ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണത്രേ ഇന്ത്യ. ജനാധിപത്യത്തിൽ ജനങ്ങൾക്കാണ് ആധിപത്യം, ജനങ്ങൾക്കാണ് പ്രാമുഖ്യം, ജനമാണ് അവസാനത്തെ. ജനത്തിനാണ് ഏറ്റവും വലിയ അധികാരവും പദവികളൊക്കെ. അതല്ലേ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. രാജാവോ ഏകാധിപതികളോ അല്ല നമ്മുടെ നാട് ഭരിക്കുന്നത് എന്നതാണ് ഏറ്റവും വിശേഷപ്പെട്ട കാര്യം. ജനാധിപത്യത്തിൽ ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനൊക്കെ വലിയ വിലയുണ്ട്. ജനാധിപത്യത്തിൽ വിമർശനങ്ങൾ സാധാരണമാണ്. വിമർശിക്കുന്നവരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതും ജനാധിപത്യത്തിന് ഭൂഷണമല്ല. അതാണ് വിമർശനത്തിന് അതീതരായി ജനാധിപത്യ രാജ്യത്ത് ആരുമില്ല. എത്ര ഉന്നതനായാലും വിമർശനത്തിന് വിധേയനാണ് എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യം. കേരളവും ഈ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭാഗമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ കേരളത്തിൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി ഭയങ്കര ധാർഷ്ട്യക്കാരനാണ്, അഹങ്കാരിയാണ്, പോക്ക് കേസാണ്, മുണ്ടുടുത്ത മോഡിയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വ്യാജ പ്രചരണങ്ങളുടെ മറവിൽ 102 സീറ്റുമായി UDF അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ UDFൻ്റെ മുഖ്യമന്ത്രി കാണിക്കുന്നത് എന്താണ്? മാധ്യമങ്ങളുടെ ഇഷ്ടത്തോഴനായിരുന്നു മുഖ്യമന്ത്രി. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി മുൻ പ്രതിപക്ഷ നേതാവ്. മണിക്കൂറുകൾ 2 പ്രാവശ്യം വെച്ച് മാധ്യമങ്ങളെ കാണും. മാധ്യമങ്ങളുടെ താരാട്ടുപാട്ട് കേട്ട് തൊട്ടും തൊടലും കേട്ട് ഒന്നിനു പുറകെ ഒന്നൊന്നായി പലവിധ നുണകൾ പറഞ്ഞ് അങ്ങനെ അധികാരത്തിൽ അദ്ദേഹം എത്തി. ഇപ്പോൾ മാധ്യമങ്ങളെ വലിയ ശത്രുവായി കാണുകയാണ്. മാധ്യമങ്ങളോട് വിയോജിക്കുകയാണ്. മാധ്യമങ്ങളിൽ ആരാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് തിരിച്ചറിയാൻ വേണ്ടി മാധ്യമങ്ങൾക്ക് അഭിമുഖമായി ഓപ്പോസിറ്റായി ക്യാമറ സംഘടിപ്പിച്ചിരിക്കുന്നു വാർത്താ സമ്മേളനത്തിൽ. മാധ്യമങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ മാത്രം മാറ്റിയിരിക്കും. കാരണം ചോദ്യം ചെയ്യുന്നവരെ ടാർഗറ്റ് ചെയ്ത് അവർക്കെതിരെ നടപടികൾ ഉണ്ടാക്കാൻ വേണ്ടി ഭീഷണിപ്പെടുത്തി ഇല്ലാതാക്കാൻ. ഇതൊക്കെ ചെയ്യുന്നവരാ വലിയ ജനാധിപത്യവാദികളാണെന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഭരണകൂടം ഭരിക്കുന്ന കേരളത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും രസാവഹമായ കാര്യം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കക്കാടംപൊയിലുള്ള ഒരു വ്യക്തിക്കെതിരെ ഇന്ന് മുഖ്യമന്ത്രിക്കെതിരെ കമന്റിട്ട പേരിൽ കേസെടുത്തിരിക്കുകയാണ്. മനസ്സിലാക്കുക, ഒരാളിട്ട പോസ്റ്റിനെതിരെയല്ല, അയാളുടെ ഫേസ്ബുക്കിലെ പോസ്റ്റിനെതിരെയോ അയാളുടെ വീഡിയോക്കെതിരെയല്ല നടപടി. പ്രത്യുത നടപടി വന്നിരിക്കുന്നത് അയാൾ എവിടെയോ ഇട്ടൊരു കമൻറ്റിൻ്റെ പേരിലാണ്. ഇതാദ്യമായിട്ടല്ല VD സതീശൻ മുഖ്യമന്ത്രിയായ ശേഷം മുഖ്യമന്ത്രി അധിക്ഷേപിക്കുന്നതിൻ്റെ പേരിൽ കമൻറ്റിട്ടതിൻ്റെ പേരിൽ ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കേസെടുക്കുന്നത്. ഒരു PDP പ്രവർത്തകൻ്റെ ഫോണ് പോലീസ് പിടിച്ചു വാങ്ങുന്ന സാഹചര്യം വരെയുണ്ടായി. അപ്പോൾ ആർക്കും മിണ്ടിക്കൂടാവുന്നതാണ്, ആരെയും വിമർശിച്ചുകൂടാവുന്നതാണ്. പിണറായി വിജയനെ എന്തൊക്കെ പറഞ്ഞിരുന്നു, എന്തെല്ലാം ആക്ഷേപങ്ങൾ ചൊരിഞ്ഞിരുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ സെക്ഷൽ പെർവേർട്ടായ ഒരുപാട് പെൺകുട്ടികൾക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകി അവരെ ഗർഭിണിയാക്കുകയും അവരെ ഗർഭം കലക്കുകയും ചെയ്ത ഭൂലോക ഫ്രോഡായ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നവൻ ഓരോ ദിവസവും വന്ന് പിണറായിയെ വിജയനെന്നും ഏത് ഏഭ്യനാണ് കേരളം ഭരിക്കുന്നത്, ഏത് നാറിയാണ് ഇവിടുത്തെ മുഖ്യൻ, ആരാണിവിടെ വാഴുന്നത് എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ ആക്ഷേപിച്ചിട്ടുണ്ട്. വിജയ എന്ന് മാത്രമേ അവൻ്റെ അപ്പൻ്റെ അല്ല അപ്പൂപ്പൻ്റെ പ്രായമുള്ള പിണറായി വിജയൻ അവൻ വിളിച്ചിട്ടുള്ളൂ. ആക്ഷേപിച്ചും അധിക്ഷേപിച്ചും അവൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവൻ മാത്രമല്ല, ഇവിടെയുള്ള കൊങ്ങീസായ വിവരം ബോധവുമില്ലാത്ത സാധാരണ കോൺഗ്രസ്സുകാരായ ഒരുപാട് പേർ, പേരുള്ളവരും ഇല്ലാത്തവരും, ഫേക്ക് ഐഡിയും ഒറിജിനൽ ഐഡിക്കാരും ഒരുപാട് തെരുവ് കളിച്ചിട്ടും പിണറായി ഒന്നും മൈൻഡ് ചെയ്തിട്ടില്ല. അതിനേക്കുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടല്ലോ, അവരെ ചെയ്യട്ടെ എന്നുള്ള നിലപാട്. ഇവിടെ സതീശനെതിരെ വിമർശിക്കുന്നവരെ, പോസ്റ്റ് ഇടുന്നവർക്കെതിരെ കേസെടുക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു, ഫോൺ പിടിച്ചു വാങ്ങുന്നു, ചോദ്യം ചോദിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ അവരെ തിരിച്ചറിയാൻ വേണ്ടി ക്യാമറ അഭിമുഖമായി വെക്കുന്നു, അവരെ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുന്നു. മൊത്തത്തിൽ ഇവിടെ ഒരു അരാജകത്വമാണ്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ, പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അവർക്കെതിരെ കേസ്, അവരെ തേടി പോലീസ് വരികയാണ്. ഇയാൾ മുണ്ടെടുത്ത മോഡിയാണോ എന്ന് പലരും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്തിനാണ് VD സതീശൻ ഇങ്ങനെ പേടിക്കുന്നതെന്ന് മനസ്സിലായില്ല. പേടിക്കാതിരിക്കും, ഇത് ജനാധിപത്യ രാജ്യമല്ലേ, വിമർശനങ്ങൾ സ്വാഭാവികമല്ലേ. പൂപ്പറിക്കുന്ന ലാഘവത്തോടെ പണമുണ്ടാക്കി ജനങ്ങളെ ഭരിക്കാൻ വേണ്ടി അവകാശവാദം പറഞ്ഞ് വന്നതല്ലേ. താങ്കൾ ഭരിക്കൂ, ധൈര്യമായിരിക്കൂ, ഇങ്ങനെ പേടിക്കാതെ.